നമുക്ക് വേണ്ടി അവൾ ഇന്നിതൊക്കെ അനുഭവിക്കുന്നത്. അതിന് പ്രത്യുപകാരമായി അവൾക്ക് രക്തം കൊടുത്ത് അവളെ രക്ഷിക്കാൻ നമുക്കാവുന്നില്ലല്ലോ. അവനെ നമ്മുടെ ആരുമല്ലെന്ന് വിചാരിച്ച അവളുടെ ബന്ധുക്കളോട് സമ്മതം ചോദിക്കാൻ ഡോക്ടർ നമ്മളോട് പറഞ്ഞത്. അവളുടെ ബന്ധുക്കളെ ആരെങ്കിലും വിവരം അറിയിച്ചാലേ ആ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് എത്രയും വേഗം കൊടുക്കാനാവൂ. യെസ്, സഹോദരിമാരായതുകൊണ്ട് ആവനിയുടെ ചേച്ചിയുടെ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. സുജാത ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയോട് വേറെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. ശ്രീകർ, എങ്ങോട്ടാ മോനെ? ഞാൻ ഇപ്പൊ വരാം അച്ഛാ. അവൻ എങ്ങോട്ടാ പോകുന്നത്? അറിയില്ല. ഞാനൊന്ന് വിളിച്ചന്വേഷിക്കട്ടെ. ഞാൻ പ്രസാദ് റാവു സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അർജന്റായിട്ട് O നെഗറ്റീവ് ബ്ലഡ് വേണം. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണ്? അല്ലല്ലോ. വേറൊരാളോട് വിളിച്ചു നോക്കട്ടെ. വേഗം വിളിക്കേട്ടാ. മോളെ, ഹലോ. നോക്ക്, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണോ? അത് കിട്ടേണ്ടത് അർജന്റ് ആയിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവന്റെ കാര്യം. എന്റേത് O പോസിറ്റീവാ ചേച്ചി. മോളെ മോളെ മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ആണോ? അല്ല ആന്റി. നിങ്ങളുടെ O നെഗറ്റീവ് ആണോ? സുജാത ചേച്ചി, സുജാത ചേച്ചി. സിസ്റ്റർ, ഇഞ്ചക്ഷൻ തരൂ. കഴിഞ്ഞു മോളെ, കഴിഞ്ഞു. നാളെ രാവിലത്തെ കണ്ടീഷൻ നോക്കിയിട്ട് എപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ പറയാം. ശരി ഡോക്ടർ. സിസ്റ്റർ, ആ സീരിയസ് കണ്ടീഷനുള്ള പേഷ്യന്റിന്റെ കാര്യം എന്തായി? O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല സർ. എല്ലാരും പറ്റുന്ന പോലെ ട്രൈ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ ചേച്ചി, ഏതോ ഒരു കള്ളൻ ഒരു പെൺകുട്ടിയെ ഷൂട്ട് ചെയ്തു. അവര് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ്. ഓപ്പറേഷൻ ചെയ്ത് ആ ബുള്ളറ്റ് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണമെങ്കിൽ ഉടനെ ആ ഗ്രൂപ്പിലുള്ള ബ്ലഡ് കിട്ടണം. അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ ആപത്താ. ഈശ്വര, എന്റെ O നെഗറ്റീവ് ആണോ ഡോക്ടർ? ഞാൻ തരാം. ആണോ? അതവർക്ക് എന്തായാലും വലിയൊരു ഹെൽപ്പായിരിക്കും. നിങ്ങളൊന്ന് പെട്ടെന്ന് വരൂ. മോളെ, അമ്മ ഇപ്പൊ വരാട്ടോ. നീ കുറച്ചു നേരം കിടന്നു. ശരി ശരി അമ്മ, കിടന്നു. പോവാൻ ഡോക്ടർ. ചേട്ടാ, ആ വീട്ടില് ഒരു ചേച്ചി മോളും ഉണ്ടായിരുന്നില്ലേ? അവരെങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്ക് അറിയോ? മോക്ക് പനിയായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുക. ഏത് ഹോസ്പിറ്റലാ? പോയിട്ട് കുറെ നേരമായി, ഇതുവരെ വന്നിട്ടില്ല. ഏത് ആശുപത്രിയാന്ന് ഞങ്ങൾക്കറിയില്ല. ബ്ലഡ് കിട്ടിയിരുന്നോ? ഡോക്ടർ, ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് ഡോക്ടർ. ഞങ്ങളുടെ മോൻ പുറത്തു പോയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും ഡോക്ടർ. ഇനി ഒരു അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ആ കുട്ടിയെക്കുറിച്ച് ഓർത്ത് കരയേണ്ടി വരും. ഡോണറെ കിട്ടിയിട്ടുണ്ട് ഡോക്ടർ.
ഇവരുടെ ഓ നെഗറ്റീവാ. സിറ്റുവേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സ്വമേധയാ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായതാ. വെരി ഗുഡ്, വന്നോളൂ. വരൂന്നേ. വരില്ല ഡോക്ടർ. അവളുടെ മനസ്സ് മാറിക്കാണും. ഞങ്ങളുമായി ബന്ധമുള്ള ആളാണെന്ന് നേരത്തെ അറിയായിരുന്നെങ്കിൽ ആദ്യമേ അവൾ ഇതിന് സമ്മതിക്കില്ലായിരുന്നു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? കാരണം നിങ്ങൾ തന്നെ ചോദിക്കേ. നിങ്ങളെന്ത് പറയുന്നു ചേച്ചി? അവളുടെ അടുത്തുനിന്നൊരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ എത്ര ചെലവായാലും സാരമില്ല. ഒട്ടും മടിക്കാതെ സിറ്റിയിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് അറേഞ്ച് ചെയ്തോളൂ. എത്ര ചെലവായാലും സാരമില്ല. താനെന്താ ഒന്നും പറയാത്തെ? എന്നോട് കാണിച്ച അനീതിയെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നത് എന്റെ അവകാശമാണ്. ഒരാളോട് എനിക്കുള്ള വിദ്വേഷം എന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം ഇല്ലാണ്ടാക്കില്ല. എന്നെ കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ ആ വ്യക്തി എന്റെ ശത്രുക്കളിൽ പെടുന്ന ആളാണെങ്കിൽ പോലും എന്റെ സഹോദരങ്ങളായിട്ടേ ഞാൻ കാണും. ഞാൻ അത്ര കണ്ണിച്ചോരയില്ലാത്ത ആളൊന്നും അല്ല. ആപത്തിൽപ്പെട്ട ആ വ്യക്തി എന്റെ രക്തബന്ധത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ പോലും എന്റെ രക്തം കൊടുത്താണെങ്കിലും ആ ജീവൻ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് ചെല്ലുമോളെ. വരൂ കുട്ടി. ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കി പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറയൂ. ഓക്കെ ഡോക്ടർ. അവരുടെ ഫാമിലിയെ കൃത്യസമയത്ത് തന്നെ നീ ഹെൽപ്പ് ചെയ്തല്ലോ മോളെ. ഒരു ഡോക്ടർ എന്ന നിലയിൽ നീ ചെയ്ത കാര്യത്തിന് ഞാനും നിന്നോട് നന്ദി പറയുന്നു. താങ്ക് യു. ടേക്ക് കെയർ. എത്ര രാത്രിയായാലും കുഴപ്പമില്ല. പുലർച്ചെയാകുമ്പോഴേക്കും അലങ്കാരപ്പണികളൊക്കെ പൂർത്തിയാക്കിയേക്കണം. അതുവരേക്കും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആയിക്കോട്ടെ. ആരാ മോനെ ഈ സമയത്ത് വന്നത്? എന്താ? എനിക്ക് ഇവിടുത്തെ സ്വാമിയോട് കുറച്ച് ചോദിക്കാനുണ്ട്. അതിനാ ഞാൻ വന്നത്. അതിന് മാത്രം എന്താ ഉണ്ടായത് മോനെ? അത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. അവനി, നിന്റെ ചേച്ചിയെ പോലൊരു പെണ്ണ് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ രക്തം തരാൻ തയ്യാറായി. ഞങ്ങളുടെ പേര് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത, ഇന്ന് ഞങ്ങളെ ശാപവാക്കുകൾ കൊണ്ട് പൊതിയുന്നൊരുവൾ. എന്നാലിപ്പോ നിന്റെ കാര്യത്തില് വലിയൊരു മനസ്സ് അവള് കാണിച്ചത്. ഞങ്ങളുടെ സുജാതയ്ക്ക് നീയുമായിട്ട് ഏത് ജന്മത്തിലുള്ള ബന്ധാണെന്ന് അറിയില്ല. ഈ ജന്മത്തില് അവള് നിന്നെ സഹായിക്കാൻ എത്തിയില്ലേ? ഞങ്ങളോട് എത്രയൊക്കെ ദേഷ്യം ഉണ്ടായിട്ടും ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരാൾക്ക് വേണ്ടി നീ എത്ര വലിയ കാര്യം മോളെ ചെയ്ത്. അവക്ക് അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയ ഈ ജന്മം മുഴുവൻ നിന്നോട് കടപ്പെട്ടിരിക്കും മോളെ. നിങ്ങളെപ്പോഴും ഒരു കാലത്തും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അന്യായങ്ങൾ ചെയ്തോണ്ടിരുന്നോളൂ. നിന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് നിന്റെ മുന്നിലേക്ക് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല.
അവന് എന്റെ കുടുംബത്തിന് വേണ്ടി അവളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി. ഇപ്പൊ അവളുടെ ജീവൻ നിലനിർത്താൻ അതേ രക്തം വേണം എനിക്ക്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയാൻ തയ്യാറാണ്. അവളില്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ ഞാനിവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായിട്ട് നിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുക. ഇപ്പോ എന്റെ ഭാര്യയ്ക്ക് ആരെയും ചതിക്കാൻ അറിയില്ല. മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കുന്നതിലും ദൈവങ്ങൾക്ക് പൂജ ചെയ്യുന്നതിലും എപ്പോഴും മുന്നില. എന്റെ അനിയത്തിയുടെ പ്രായമാണോ അതോ എന്റെ ചേച്ചിയുടെ പ്രായമാണോ എന്ന് അറിയില്ല. എന്നും ആയുരാരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുട്ടിക്കാലം തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ടവളാ. എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷവും അവൾക്ക് സങ്കടം തന്നെയാണെങ്കിൽ അവൾക്ക് ഇനി എപ്പോഴാ സന്തോഷിക്കാൻ പറ്റുക? അവളുടെ ജീവിതത്തിൽ എപ്പോഴാ സമാധാനം കിട്ടുക? അവളുടെ ജീവിതം സന്തോഷമുള്ളതാക്കി ഞാൻ മാറ്റിയെടുക്കണ്ടേ? അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്റെ ഭാര്യ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എന്റെ ഭാര്യ എനിക്ക് ജീവനോട് വേണം. നിങ്ങൾ ശ്രീകരനെ വിളിച്ച് അവനോട് വരാൻ പറ. എന്നെ വിശ്വസിച്ച് വന്നവളാ അവള്. ഞാനാണ് എല്ലാം വിശ്വസിച്ച് വന്നവളാ. എന്റെ കൂടെ ഒരുപാട് കാലം ജീവിക്കാൻ ആശിച്ചു വന്നവളാ. ഞങ്ങൾ കണ്ടു തുടങ്ങിയ ആ സ്വപ്നങ്ങളെ ഒന്നും നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഭാര്യയെ നീ ഒന്ന് രക്ഷിക്കേ. ഞങ്ങളെ വേർപിരിക്കാനുള്ള അധികാരം നിനക്കൊരിക്കലും ഇല്ല. നല്ല മനുഷ്യരെ പെട്ടെന്ന് നീ അങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുമെന്ന് എല്ലാരും പറയാറുണ്ട്. അങ്ങനെ ഒരു സാഹസത്തിന് നീ മുതിരരുത്. എന്റെ അവനെ എനിക്ക് വേദ, ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഏതായാലും കാര്യങ്ങളൊക്കെ ഫോൺ ചെയ്തിട്ട് എന്താ എടുക്കാതിരുന്നേ? നീ എവിടേക്കാ പോയേ? അവനിക്ക് രക്തം നൽകാൻ പറ്റുന്ന ഒരു വ്യക്തിയെ തേടി പോയതാ. അവരെ കാണാൻ പറ്റാതായപ്പോ നേരിട്ട് അമ്പലത്തിലേക്ക് ചെന്ന് എന്തിനാ എന്റെ എന്താ പറഞ്ഞു? എന്തിനാ എന്റെ ബാല്യകാല സുഹൃത്തിന്റെ അനിയത്തിയെ മരണക്കിടക്കയിലേക്ക് തള്ളിയിട്ടതെന്ന് ഞാൻ ചോദിച്ചു. അവിടെയുള്ളത് വെറും കല്ലല്ലേ? എന്റെ വിളി ചിലപ്പോ കേട്ട് കാണില്ല.
ആ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടടാ. ഒരു ദേവതയെ വിട്ട് രക്തദാനം ചെയ്യിപ്പിച്ചു. എന്ത്? അതെ ശ്രീക, അവള് രക്തം കൊടുത്തുകൊണ്ടാ ഓപ്പറേഷൻ ചെയ്യാൻ സാധിച്ചത്. അമ്മേ, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ആ ദൈവം ആരാ? ആ, എടാ അത് പിന്നെ എന്റെ അതെന്താ നിർത്തിയത്? പറയച്ച. ഈ ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു. ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അവരുടെ പേരെന്താ? ചോദിച്ചില്ലടാ. ഫോൺ നമ്പർ എങ്കിലും? പേര് പോലും ചോദിച്ചില്ല. പിന്നെങ്ങനെ ഫോൺ നമ്പർ ചോദിക്കാം? എന്താ അമ്മേ നിങ്ങളൊക്കെ കാണിച്ചേ? അവരാരാന്നറിയായിരുന്നെങ്കിൽ ഞാൻ പോയി അവരുടെ കാലിൽ വീണ് എന്നെ നന്ദി അറിയിക്കായിരുന്നല്ലോ അമ്മേ. എന്താടാ ഇത്ര എക്സൈറ്റഡ് ആവുന്ന? എന്താ? ഒരു ഊരും പേരൊന്നും അറിയാത്ത ഒരാള് ഇങ്ങനെ വന്ന് നമുക്ക് സഹായം ചെയ്യുമ്പോ നേരിട്ടൊരു നന്ദിയെങ്കിലും പറയണ്ടേ അച്ഛ? അത് പോട്ടെ, ഡോക്ടർ എന്താ പറഞ്ഞേ? ഇപ്പോ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ എന്താ പറയുന്നതെന്ന് ഓർത്ത് ടെൻഷൻ ആകൂടാ. ഡോക്ടർ, അവനി ബുള്ളറ്റ് റിമൂവ് ചെയ്തിട്ട് കുറെ സമയമായി. പക്ഷെ ഇതുവരെ അവൾ എന്താ കോൺഷ്യസ് ആവാത്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ സാക്ഷാൽ അമ്മ വന്ന് രക്ഷിക്കും. എന്നാ